ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസ് ആണ്. അതിലെ സെക്കൻഡ് ചാപ്റ്റർ ലൈഫ് ഗിവിംഗ് വാട്ടർ. അതിൽ നിന്നുള്ള 4ാമത്തെ പാർട്ടാണ്. ഇന്നത്തെ ക്ലാസ്സിൽ കൈറ്റ് വിക്ടേഴ്സ് ചാനലിൽ നിന്നുള്ള വർക്ക്ഷീറ്റ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒക്ടോബർ 21 ഈ പാർട്ടിൽ നിന്നും പഠിപ്പിച്ച വർക്ക്ഷീറ്റാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ടീച്ചർ റെയിൻ ഉണ്ടാകുന്നത് എങ്ങനെ, പിന്നെ വാട്ടർ കൺസർവേഷൻ മെത്തേഡൊക്കെ പഠിപ്പിച്ചിരുന്നു. അതൊക്കെ എൻ്റെ 3rd പാർട്ടിലുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പഠിപ്പിക്കുന്ന ഏരിയയിലുള്ള വർക്ക്ഷീറ്റ് കൂടി ഉൾപ്പെടുത്തിയാണ് ഈ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മഴയുണ്ടാകുന്നത് എങ്ങനെ, അതുപോലെ വാട്ടർ കൺസർവേഷൻ മെത്തേഡ്സ് ഒക്കെ പറഞ്ഞു അല്ലേ. വാട്ടർ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണെന്ന് നമ്മൾ അതിൽ പഠിച്ചു, എങ്ങനെയൊക്കെ കൺസർവ് ചെയ്യണമെന്നും. നമ്മുടെ ജീവിതത്തിൽ വാട്ടറിന് ഒരുപാട് പ്രാധാന്യമുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ അത് നമുക്ക് ദോഷമായി വരാറുണ്ട് അല്ലേ. എപ്പോഴാണ് നമുക്ക് വാട്ടർ ദോഷമായി വരുന്നത്? വാട്ടർ മൂലമുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലേ. ഇപ്പോൾ നമ്മൾ അടിക്കടി കേൾക്കുന്നതാണ്, മഴയുണ്ടെങ്കിൽ ഉടനെ എന്താണ്, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, അങ്ങനെ പല പല ദുരന്തങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ വാട്ട് ആർ ദ ഡിസാസ്റ്റേഴ്സ് ദാറ്റ് വി സീൻ ഇൻ ദ ന്യൂസ് പേപ്പേഴ്സ്? ന്യൂസ് പേപ്പേഴ്സിൽ കാണുന്ന ഡിസാസ്റ്റർ ഏതൊക്കെയാണ്? ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ ദുരന്തങ്ങൾ. ഏതൊക്കെ ദുരന്തങ്ങളാണ് നമ്മൾ കാണുന്നത്? ഈ ക്വസ്റ്റ്യൻ ടീച്ചർ നിങ്ങൾക്ക് വർക്ക്ഷീറ്റായിട്ട് എഴുതാൻ തന്നതാണ്. വാട്ട് ആർ ദ ഡിസാസ്റ്റേഴ്സ് ദാറ്റ് വി സീൻ ഇൻ ദ ന്യൂസ് പേപ്പേഴ്സ്? എന്തൊക്കെ പറയാം? ഫ്ലഡ്സ്, വെള്ളപ്പൊക്കം, ലാൻഡ് സ്ലൈഡ്, ഉരുൾപൊട്ടൽ, മഡ് സ്ലൈഡ്, മണ്ണിടിച്ചിൽ, സീ ടർബുലൻസ്, കടൽക്ഷോഭം, പിന്നെ ഡ്രൗണിങ്, മുങ്ങിമരണം. അപ്പോൾ എന്തൊക്കെയാണ് ന്യൂസ് പേപ്പേഴ്സിലൂടെ നമ്മൾ കാണുന്ന ഡിസാസ്റ്റർ? നമുക്ക് എന്തൊക്കെ പറയാം? ഫ്ലഡ്സ്, ലാൻഡ് സ്ലൈഡ്, മഡ് സ്ലൈഡ്, സീ ടർബുലൻസ്, ഡ്രൗണിങ്. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ന്യൂസ് പേപ്പേഴ്സിൽ കാണുന്ന ഡിസാസ്റ്റേഴ്സ്. മനസ്സിലായോ? ഇനി ഇതൊക്കെ അല്ലാതെ ഇനിയും ഒരുപാട് ദുരന്തങ്ങളില്ലേ, ഡിസാസ്റ്റേഴ്സ് ഇല്ലേ? കോസ്ഡ് ബൈ റെയിൻ, മഴ കാരണം ഇനിയും ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാകാറുണ്ട്. ഏതൊക്കെ പറയാം? മണ്ണൊലിപ്പുണ്ടാകാറുണ്ട്, ഡിസ്ട്രക്ഷൻ ഓഫ് ഹൗസസ് ആൻഡ് ബിൽഡിങ്സ്, വീടും കെട്ടിടങ്ങളൊക്കെ തകരുന്നത്. പിന്നെയോ ഡിസ്ട്രക്ഷൻ ഓഫ് അഗ്രികൾച്ചർ, കൃഷിനാശം സംഭവിക്കുന്നത്, അപ്രൂട്ടിംഗ് ഓഫ് ട്രീസ്, മരങ്ങൾ കടപുഴകി വീഴുന്നത്. ഇതൊക്കെ എന്താണ്? ഡിസാസ്റ്റേഴ്സ് കോസ്ഡ് ബൈ റെയിൻ, മഴ മൂലമുണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സ് ആണ്. ഞാനിപ്പോൾ പറഞ്ഞ പോയിന്റുകളൊക്കെ ഉൾപ്പെടുത്തി ക്ലാസ്സിലൊരു ഡിസ്കഷൻ സംഘടിപ്പിക്കാനാണ് പറയുന്നത്. മനസ്സിലായോ? ഇനി അതുപോലെ മഴക്കാലമാകുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒന്നാണ് മുങ്ങിമരണം അല്ലേ, ഡ്രൗണിങ്. കാരണം എന്താ? നദികളിലൊക്കെ വെള്ളം നിറയും, അതുപോലെ വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ടാകും. മനസ്സിലായോ? അങ്ങനെ ഡ്രൗണിങ്ങിനെ പറ്റിയുള്ള വാർത്തകൾ പത്രത്തിലൊക്കെ വരാറുണ്ട്. വാട്ട് പ്രിവെന്റീവ് സ്റ്റെപ്സ് ക്യാൻ വി ടേക്ക് ടു അവോയ്ഡ് ഡെത്ത് ബൈ ഡ്രൗണിങ്? ഈ മുങ്ങിമരണം പോലുള്ള അപകടങ്ങൾ ഒഴിവാക്കാനായി നമുക്ക് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാൻ കഴിയും? എന്തൊക്കെ പ്രിവെന്റീവ് സ്റ്റെപ്സ് എടുക്കാം? എവരിബഡി മേ ബി ഗിവൺ ട്രെയിനിങ് ഇൻ സ്വിമ്മിംഗ്. പ്ലാന്റൈൻ സ്റ്റെംസ് വിച്ച് ഫ്ലോട്ട് ഓൺ വാട്ടർ ഓർ ഇൻഫ്ലേറ്റഡ് ട്യൂബ്സ് ഓഫ് 4 വീലേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദിസ്. എല്ലാവർക്കും സ്വിമ്മിങ്ങിൽ ട്രെയിനിങ് കൊടുക്കണം അല്ലേ, നീന്താൻ പഠിപ്പിക്കണം. അതുപോലെ പ്ലാന്റൈൻ സ്റ്റെംസ്, വാഴയുടെ സ്റ്റെംസും അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമല്ലോ, ഫ്ലോട്ട് ഓൺ വാട്ടർ. ഇൻഫ്ലേറ്റഡ് ട്യൂബ്സ് ഓഫ് 4 വീലേഴ്സ്, 4 വീലർ വാഹനങ്ങളുടെ ഇൻഫ്ലേറ്റഡ് ട്യൂബ്സ്, ചക്രങ്ങളെയാണ് പറയുന്നത്. അതായത് നമ്മൾ ട്യൂബില്ലേ, വാഹനങ്ങളുടെ ടയർ, അതും എന്താണ്, സ്വിമ്മിംഗ് പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കാം. മനസ്സിലായോ? പ്ലാന്റൈൻ സ്റ്റെംസ് ഓർ ഇൻഫ്ലേറ്റഡ് ട്യൂബ്സ് ഓഫ് 4 വീലേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്വിമ്മിംഗ് ട്രെയിനിങ്. അപ്പോൾ എന്താണ് ഒന്നാമത്തത്? ട്രെയിനിങ് ഇൻ സ്വിമ്മിംഗ്. രണ്ടാമത്തതോ services of water divers and lifeguards should be made available. Safety boats and first aid facilities are to be provided and safety measures in water transport vehicles should be ensured at such accident prone areas. വാട്ടർ ഡൈവേഴ്സ്, മുങ്ങൽ വിദഗ്ധരുടെയോ ലൈഫ് ഗാർഡ്സിൻ്റെയോ സർവീസ് നമ്മൾ എന്താണ് ഉറപ്പുവരുത്തണം. സേഫ്റ്റി ബോട്ട് വേണം. ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റീസ്, പ്രാഥമിക ശുശ്രൂഷയ്ക്കുള്ള ഫെസിലിറ്റീസ് എല്ലാം കരുതിയിരിക്കണം. അതുപോലെ സേഫ്റ്റി മെഷേഴ്സ് ഇൻ വാട്ടർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് ഷുഡ് ബി എൻഷേർഡ് അറ്റ് സച്ച് ആക്സിഡന്റ് പ്രോൺ ഏരിയാസ്. അപകട സാധ്യതയുള്ള മേഖലകളിൽ യാത്ര ചെയ്യുമ്പോൾ, വാട്ടർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്, ബോട്ടിലോ വള്ളത്തിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ സേഫ്റ്റി മെഷേഴ്സ് എന്താണ്? സേഫ്റ്റി മെഷേഴ്സ് എന്താണ്? സുരക്ഷാ മാർഗങ്ങൾ ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ വാട്ട് പ്രിവെന്റീവ് സ്റ്റെപ്സ് ക്യാൻ വി ടേക്ക് ടു അവോയ്ഡ് ഡെത്ത് ബൈ ഡ്രൗണിങ് എന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയും? എവരിബഡി മേ ബി ഗിവൺ ട്രെയിനിങ് ഇൻ സ്വിമ്മിംഗ്. സർവീസസ് ഓഫ് വാട്ടർ ഡൈവേഴ്സ് ആൻഡ് ലൈഫ് ഗാർഡ്സ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ. സേഫ്റ്റി ബോട്ട്സ് ആൻഡ് ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റീസ് ആർ ടു ബി പ്രൊവൈഡഡ് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് ഇൻ വാട്ടർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്
ഷുഡ് ബി എൻഷേർഡ് അറ്റ് സച്ച് ആക്സിഡന്റ് പ്രോൺ ഏരിയാസ്. ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? മനുഷ്യരുടെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഇതിന് കാരണമാകുന്നുണ്ടോ? വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് കോസ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന് കാരണമാകുന്ന ഹ്യൂമൻ ആക്ടിവിറ്റീസ്, മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? ഈ ക്വസ്റ്റ്യനും വിക്ടേഴ്സ് ചാനലിൽ ടീച്ചർ തന്നിട്ടുള്ളതാണ്. വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് കോസ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്? എന്തൊക്കെ എഴുതാം? ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം. പിന്നെയോ പാഡി ഫീൽഡ്സ് ലെവലിംഗ്, നെൽവയലൊക്കെ മണ്ണിട്ട് നികത്തുന്നത്, ലെവൽ ചെയ്യുന്നത്. പിന്നെയോ അർബൻ ഡെവലപ്മെന്റ്, നഗരവൽക്കരണം അല്ലേ, ഗ്രാമങ്ങളൊക്കെ മാറി എല്ലാം പട്ടണങ്ങളാക്കി മാറ്റുന്നത്, അർബൻ ഡെവലപ്മെന്റ്. പിന്നെ എന്താ കാരണം? എൻക്രോച്ചിങ് വാട്ടർ കനാൽസ് ആൻഡ് റിവർ ബാങ്ക്, നീർച്ചാലുകളും നദീതീരങ്ങളുമൊക്കെ കയ്യേറുന്നത്. മനസ്സിലായോ? പിന്നെ എന്ത് പറയാം? ലെവലിംഗ് ഓഫ് ഹിൽസ്, കുന്നുകളൊക്കെ ഇടിച്ചു നിരത്തുന്നത്, ലെവലിംഗ് ഓഫ് ഹിൽസ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ കുറച്ചാണ് ഞാൻ തന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ പറയാം? ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം. പാഡി ഫീൽഡ്സ് ലെവലിംഗ്, നെൽവയലുകളൊക്കെ മണ്ണിട്ട് ലെവൽ ചെയ്യുന്നത്. അർബൻ ഡെവലപ്മെന്റ്, നഗരവൽക്കരണം. എൻക്രോച്ചിങ് വാട്ടർ കനാൽസ് ആൻഡ് റിവർ ബാങ്ക്, വാട്ടർ കനാൽസും റിവർ ബാങ്കുമൊക്കെ കയ്യേറുന്നത്. പിന്നെ എന്താണ്? ലെവലിംഗ് ഓഫ് ഹിൽസ്, കുന്നുകളൊക്കെ ഇടിച്ചു നിരത്തുന്നത്. ഇതൊക്കെയാണ് പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്ന ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഇനി നമ്മൾ പഠിച്ച കുറച്ച് ഡിസാസ്റ്റേഴ്സിൽ ചിലതിൻ്റെയൊക്കെ കാരണങ്ങൾ പറയുകയാണ്. ഇപ്പോൾ നമ്മൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി ചില ഡിസാസ്റ്റർ പറഞ്ഞിട്ട് അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്. ആദ്യം ഫ്ലഡ്സ് ആണ്, വെള്ളപ്പൊക്കം. വെൻ വാട്ടർ ബോഡീസ് ആൻഡ് അഗ്രികൾച്ചറൽ ഫീൽഡ്സ് ആർ ഫിൽഡ് വിത്ത് മഡ് ആൻഡ് റിവർ ബാങ്ക്സ് ആർ എൻക്രോച്ച്ഡ് ഫോർ ബിൽഡിംഗ് പർപ്പസസ്, the flow of water gets blocked. Floods occurs as natural consequence in such places. വാട്ടർ ബോഡീസ്, ജലാശയങ്ങളും പാടങ്ങളുമൊക്കെ മണ്ണുകൊണ്ട് നിറയ്ക്കുന്നത്. ആൻഡ് റിവർ ബാങ്ക്സ് ആർ എൻക്രോച്ച്ഡ് ഫോർ ബിൽഡിംഗ് പർപ്പസസ്, നദീതീരങ്ങളൊക്കെ കയ്യേറി ബിൽഡിംഗ് പണിയുന്നത്. ദ ഫ്ലോ ഓഫ് വാട്ടർ ഗെറ്റ്സ് ബ്ലോക്ക്ഡ്, ഇതൊക്കെ എന്താണ്? വാട്ടർ ഫ്ലോയെ ബ്ലോക്ക് ആകാൻ കാരണമാകും, വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഫ്ലഡ്സിനുള്ള കാരണം മനസ്സിലായല്ലോ. ജലാശയങ്ങളും പാടങ്ങളും ഒക്കെ മണ്ണിട്ട് നികത്തുന്നത്, റിവർ ബാങ്ക്സ് കയ്യേറി കെട്ടിടങ്ങൾ പണിയുന്നതെല്ലാം വെള്ളത്തിന്റെ ഒഴുക്കിനെ ബ്ലോക്ക് ചെയ്യും. അങ്ങനെയാകുമ്പോൾ അവിടെ വെള്ളപ്പൊക്കമുണ്ടാകും. അടുത്തെന്താണ്? ഡ്രൗണിങ്, മുങ്ങിമരണം. ഡെത്ത്സ് ബൈ ഡ്രൗണിങ് ദാറ്റ് ആർ കോമൺ ഇൻ ദ റെയിനി സീസൺ ആർ മോസ്റ്റ്ലി കോസ്ഡ് ബൈ അൺസേഫ് വാട്ടർ ലോഗ്ഡ് ഏരിയാസ്. വാട്ടർ ലോഗ്ഡ് ഏരിയാസ് എന്ന് വെച്ചാൽ എന്താ? വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങൾ. അൺസേഫ് ആയിട്ടുള്ള, സുരക്ഷിതമല്ലാത്ത വാട്ടർ ലോഗ്ഡ് ഏരിയാസ് ആണ് മഴക്കാലത്തെ മുങ്ങിമരണത്തിനുള്ള പ്രധാന കാരണം. അപ്പോൾ മനസ്സിലായല്ലോ ഡ്രൗണിങ് എന്താ? ഡെത്ത്സ് ബൈ ഡ്രൗണിങ് ദാറ്റ് ആർ കോമൺ ഇൻ ദ റെയിനി സീസൺ ആർ മോസ്റ്റ്ലി കോസ്ഡ് ബൈ അൺസേഫ് വാട്ടർ ലോഗ്ഡ് ഏരിയാസ്. ഇനി അടുത്തെന്താണ്? ലാൻഡ് സ്ലൈഡ്സ്, ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ മണ്ണിടിച്ചിലെന്ന് പറയും. എന്താണ് അതിനുള്ള കാരണം? ദ അൺസയന്റിഫിക് കൺസ്ട്രക്ഷൻ വർക്ക് ഇൻ സ്റ്റീപ്പ് പ്ലേസസ്, ചരിഞ്ഞ ഏരിയയിലൊക്കെ അശാസ്ത്രീയമായ രീതിയിൽ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നത്. ദ കൾട്ടിവേഷൻ മെത്തേഡ്സ് വിത്ത് ലാർജ് സ്കെയിൽ സോയിൽ ഡിഗിങ്, കൾട്ടിവേഷൻ, കൃഷി ചെയ്യാൻ വേണ്ടി വലിയ തോതിൽ സോയിൽ ഡിഗ്, മണ്ണ് കുഴിക്കുന്നത് അല്ലെങ്കിൽ കുഴിയെടുക്കുന്നത്. ദ ലെവലിംഗ് ഓഫ് ഹിൽസ്, കുന്നുകൾ നിരത്തുന്നത്. ദ ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം. ഇതൊക്കെയാണ് ലാൻഡ് സ്ലൈഡിനുള്ള കാരണം. അപ്പോൾ ലാൻഡ് സ്ലൈഡിനുള്ള കാരണം എന്തൊക്കെയാണ്? The unscientific construction work in steep places, the cultivation methods with large scale soil digging, the leveling of hills and deforestation lead to landslides. മനസ്സിലായല്ലോ? അടുത്ത ഡിസാസ്റ്റർ ആണ് സീ ടർബുലൻസ്, കടൽക്ഷോഭം അല്ലേ? ഈവൻ ദോ നോട്ട് മാൻ മെയ്ഡ്, സീ ടർബുലൻസ് ഓൾസോ കോസസ് ഗ്രേറ്റ് ഡിസ്ട്രക്ഷൻ ആൻഡ് ലോസ്. മനുഷ്യർ കാരണമല്ല എങ്കിലും കടൽക്ഷോഭം വളരെയധികം നാശത്തിന് കാരണമാകാറുണ്ട്. ഈ നാശനഷ്ടങ്ങളുടെ തീവ്രത കൂട്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പീപ്പിൾ ഇഗ്നോർ വാണിങ്സ് ഒക്കെ പീപ്പിൾ അവഗണിക്കുന്നതാണ്. അതുപോലെ ലീവ് ക്ലോസ് ടു ദ സീഷോർ, കടൽ തീരത്തിനടുത്തായി താമസിക്കുന്നത്. ദ ഇന്റൻസിറ്റി ഓഫ് ലോസ് ബൈ ആക്സിഡൻസ് ഈസ് ഫർദർ ഇൻക്രീസ്ഡ് വെൻ പീപ്പിൾ ഇഗ്നോർ വാണിങ്സ് ആൻഡ് ലീവ് ക്ലോസ് ടു ദ സീഷോർ. കോസ്റ്റൽ ഇറോഷൻ ക്യാൻ ബി കൺട്രോൾഡ് ബൈ കൺസ്ട്രക്ടിംഗ് സീ വാൾസ് ആൻഡ് റൈസിംഗ് മാൻഗ്രൂവ്സ്. തീരദേശ മണ്ണൊലിപ്പ് എങ്ങനെ തടയാം? കൺസ്ട്രക്ടിംഗ് സീ വാൾസ്, കടൽ ഭിത്തി നിർമ്മിക്കുക. അതുപോലെ റൈസിംഗ് മാൻഗ്രൂവ്സ്, കണ്ടൽ കാടുകൾ നട്ടുപിടിപ്പിക്കുക. ഈ മാൻഗ്രൂവ്സ്, കണ്ടൽ കാടുകൾ എന്ന് പറയുന്നത്
സോയിൽ ഇറോഷൻ, കോസ്റ്റൽ ഇറോഷൻ തടയുന്ന ഒരു സംവിധാനമാണ്. മണ്ണൊലിച്ചു പോകുന്നത് തടയും. കടൽക്ഷോഭം ഉണ്ടായാലും തീരപ്രദേശം മൊത്തം ഇങ്ങനെ ഒലിച്ചു പോകുന്നത് തടയാൻ കഴിയും. മാൻഗ്രൂവ്സ്, കണ്ടൽക്കാടുകൾ, സീ വാൾസ്, കടൽ ഭിത്തി, ഇതൊക്കെ നിർമ്മിച്ചാൽ കോസ്റ്റൽ ഇറോഷൻ ക്യാൻ ബി കൺട്രോൾഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫ്ലഡ്സ്, ഡ്രൗണിങ്, പിന്നെ ഏതാ, ലാൻഡ്സ്ലൈഡ്, സീ ടർബുലൻസ്, ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകാനുള്ള കാരണവും പിന്നെ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാമെന്നുമാണ് പറഞ്ഞത്. ഇനി നിങ്ങൾ നോക്കൂ, ലിസ്റ്റ് ഇൻ ദ സയൻസ് ഡയറി ദ മെത്തേഡ്സ് ടു പ്രിവെന്റ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് എഴുതാനാണ്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ മെത്തേഡ്സ് ഓഫ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ, പ്രിവെന്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുമുള്ള മെത്തേഡ്സ് എഴുതാനാണ്. ഇത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. കൈറ്റ് വിക്ടേഴ്സ് ചാനലിൽ നിന്നും എഴുതാൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ഫ്ലഡ്സ്, വെള്ളപ്പൊക്കം, മഡ് സ്ലൈഡ്, മണ്ണിടിച്ചിൽ, ലാൻഡ് സ്ലൈഡ്, ഉരുൾപൊട്ടൽ, ഡ്രൗണിംഗ്, മുങ്ങിമരണം, കോസ്റ്റൽ ഇറോഷൻ, തീരദേശ മണ്ണൊലിപ്പ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫ്ലഡ്സ്, വെള്ളപ്പൊക്കം, അതിനെന്താ മെത്തേഡ്? മെത്തേഡ് ഓഫ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എഴുതാം. പ്രിവെന്റ് പാഡി ഫീൽഡ്സ് ലെവലിംഗ്, നെൽവയലുകൾ നികത്തുന്നത് തടയുക. സ്റ്റോപ്പ് എൻക്രോച്ചിങ് വാട്ടർ കനാൽസ്, നീർച്ചാലുകളൊക്കെ കയ്യേറുന്നത് തടയണം. മഡ് സ്ലൈഡ്, മണ്ണിടിച്ചിൽ. കട്ട് സ്ലോപ്പിംഗ് ലാൻഡ് ഇൻറ്റു ഡിഫറെൻറ്റ് ലെയേഴ്സ്, ലാൻഡിനെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ട് കട്ട് ചെയ്യുക. പ്ലാന്റ് ട്രീസ്, മരങ്ങൾ നടുക. മേക്ക് മഡ് വാൾസ് ഉണ്ടാക്കുക. ലാൻഡ് സ്ലൈഡോ, ഉരുൾപൊട്ടൽ. സ്റ്റോപ്പ് അൺസയന്റിഫിക് കൺസ്ട്രക്ഷൻ പ്രോഗ്രാംസ് ഇൻ ഹില്ലി ഏരിയാസ്, കുന്നുപോലുള്ള സ്ഥലങ്ങളിൽ അശാസ്ത്രീയമായ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ നിർത്തിവെക്കുക. കൺട്രോൾ ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം കൺട്രോൾ ചെയ്യുക. ഡ്രൗണിംഗ്, മുങ്ങിമരണം. ലേൺ സ്വിമ്മിംഗ് ആൻഡ് ഡു നോട്ട് ഗോ ടു അൺഫെമിലിയർ വാട്ടർ ബോഡീസ്, സ്വിമ്മിംഗ് പഠിക്കുക, പരിചയമില്ലാത്ത ജലാശയങ്ങളിലേക്കൊന്നും പോകരുത്. കോസ്റ്റൽ ഇറോഷൻ, തീരദേശ മണ്ണൊലിപ്പ്, അതെങ്ങനെ തടയാം? കൺസ്ട്രക്ടിംഗ് സീ വാൾസ്, കടൽ ഭിത്തി നിർമ്മിക്കുക. ആൻഡ് റൈസിംഗ് മാൻഗ്രൂവ്സ്, കണ്ടൽക്കാടുകൾ വച്ചുപിടിപ്പിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഫ്ലഡ്സ്, മഡ് സ്ലൈഡ്, ലാൻഡ് സ്ലൈഡ്, ഡ്രൗണിംഗ്, കോസ്റ്റൽ ഇറോഷൻ, ഇതിൻ്റെ എല്ലാം മെത്തേഡ്സ് ഓഫ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പറഞ്ഞു കഴിഞ്ഞു. Have you ever thought of the people who participate in rescue operations during natural calamities like floods, landslides, tsunami and so on, even at the risk of their lives? ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ജീവൻ പോലും പണയം വെച്ച് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആൾക്കാരെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ കാണുന്നതാണല്ലേ, അവരുടെ ജീവൻ പോലും വകവയ്ക്കാതെ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്ന നല്ല മനുഷ്യർ. ഇങ്ങനെ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ റെസ്ക്യൂ ഓപ്പറേഷൻസ്, രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ദ പീപ്പിൾ ഹൂ പാർട്ടിസിപ്പേറ്റ് ഇൻ റെസ്ക്യൂ ഓപ്പറേഷൻസ് ഡ്യൂറിംഗ് നാച്ചുറൽ കലാമിറ്റീസ് ലൈക്ക് ഫ്ലഡ്സ്, ലാൻഡ്സ്ലൈഡ്, സുനാമി ആൻഡ് സോ ഓൺ, ഈവൻ അറ്റ് ദ റിസ്ക് ഓഫ് ദെയർ ലൈഫ്സ് ആർ പോലീസ്, ആർമീസ്, ഫിഷർമെൻ ആൻഡ് വോളണ്ടറി ഓർഗനൈസേഷൻസ്. ഈ വോളണ്ടറി ഓർഗനൈസേഷനിൽ ഏതൊക്കെ സംഘടനകളാണ് വരുന്നത്? റെഡ് ക്രോസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റെഡ് ക്രോസ്, പിന്നെ ഏതാ? സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, NCC, ജൂനിയർ റെഡ് ക്രോസ്, എക്സെട്ര ആർ ഓർഗനൈസേഷൻസ് ഇൻ വിച്ച് സർവീസ് മൈൻഡഡ് സ്റ്റുഡൻസ് ക്യാൻ വർക്ക്. ഈ ഓർഗനൈസേഷനിലൊക്കെ സർവീസ് മൈൻഡഡ് സ്റ്റുഡൻസ് ആണ് വർക്ക് ചെയ്യുന്നത്. സേവന പ്രവർത്തനത്തിൽ ഇറങ്ങാൻ തയ്യാറുള്ള മനസ്സുള്ള ആൾക്കാരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചില വോളണ്ടറി ഓർഗനൈസേഷൻസ് പറഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ പറയും? റെഡ് ക്രോസ്, NCC, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ്. മനസ്സിലായോ? ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ലെറ്റസ് അസസ് കൂടി നോക്കാം. എമംഗ് ദ വേരിയസ് പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ വിച്ച് ആർ ആപ്ലിക്കബിൾ ടു ദ ഫോളോയിങ് സിറ്റുവേഷൻസ്. വാട്ടറിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ ഏത് പ്രോപ്പർട്ടിയാണ് തന്നിരിക്കുന്ന സിറ്റുവേഷനിൽ ആപ്ലിക്കബിൾ ആകുന്നത്? വാട്ടർ ഷോർട്ടേജ് ഡ്യൂ ടു എക്സസീവ് സാൻഡ് മൈനിങ് ഇൻ റിവേഴ്സ്. നദികളിൽ നിന്നും അമിതമായി മണൽ ഊറ്റുന്നത് വാട്ടറിന്റെ കുറവിന് കാരണമാകുന്നു. അത് വെള്ളത്തിന്റെ ഏത് പ്രോപ്പർട്ടിയുമായിട്ടാണ് ബന്ധം? നദികളിൽ നിന്നും അമിതമായി മണലൂറ്റിക്കഴിഞ്ഞാൽ ഈ വാട്ടർ സോയിലിനുള്ളിലേക്ക് ഇൻഫിൽട്രേറ്റ്, അരിച്ചിറങ്ങുന്നത് തടസ്സപ്പെടും. അപ്പോൾ വാട്ടർ ഡസ് നോട്ട് ഇൻഫിൽട്രേറ്റ് ഇൻ ടു ദ സോയിൽ. അടുത്തെന്താ? ദ വാട്ടർ ഷോർട്ടേജ് കോസ്ഡ് ഇൻ നിയർ ബൈ വെൽസ് ഡ്യൂ ടു ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വാട്ടർ ഫ്രം എ വെൽ റിച്ച് ഇൻ വാട്ടർ. നല്ല രീതിയിൽ വെള്ളമുള്ള കിണറിൽ നിന്നും അമിതമായി വെള്ളം ചൂഷണം ചെയ്യുന്നത് അടുത്ത കിണറുകളിൽ വെള്ളം കുറയാൻ കാരണമാകുന്നു. അതേത് പ്രോപ്പർട്ടിയാണ് വെള്ളത്തിന്റെ? വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ. വെള്ളം എപ്പോഴും അതിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദിസ് കോസസ് ദ ഡ്രൈയിങ് ഓഫ് ഓൾ ദ വെൽസ് ഇൻ ദാറ്റ് ഏരിയ.
ആ ഏരിയയിലെ എല്ലാ കിണറിലെയും വെള്ളം വറ്റാൻ കാരണമാകും. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഗം വിച്ച് സ്റ്റിക്സ് ടു ദ നൈഫ് വൈൽ കട്ടിംഗ് എ ജാക്ക് ഫ്രൂട്ട് ഈസ് റിമൂവ്ഡ് യൂസിങ് കെറോസിൻ. വിച്ച് പ്രോപ്പർട്ടി ഓഫ് കെറോസിൻ ഈസ് യൂട്ടിലൈസ്ഡ് ഹിയർ? നമ്മളൊരു കത്തി ഉപയോഗിച്ച് ചക്ക മുറിക്കുമ്പോൾ ചക്കയിൽ അരക്ക് പറ്റും അല്ലേ, ലാക്ക്. അത് മാറ്റാൻ മണ്ണെണ്ണ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ മണ്ണെണ്ണയുടെ ഏത് പ്രോപ്പർട്ടിയാണ് ഉപയോഗിച്ചത്? ദ ലാക്ക് ഡിസോൾവ്സ് ഇൻ കെറോസിൻ. അരക്ക് മണ്ണെണ്ണയിൽ ഡിസോൾവ് ആകുന്നു, അലിയുന്നു. അതുകൊണ്ടാണ് അരക്ക് നീങ്ങിയത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയതാണ്. നമ്മുടെ ഏരിയയിൽ എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ നമുക്ക് രക്ഷപ്പെടാൻ എന്തൊക്കെ മാർഗങ്ങൾ അഡോപ്റ്റ് ചെയ്യാം? ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. കുറച്ച് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് തന്നിട്ട് അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങൾ അതൊക്കെ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കൈറ്റ് വിക്ടേഴ്സ് ചാനലിലെ വർക്ക്ഷീറ്റാണ്. വാട്ടറുമായി ബന്ധപ്പെട്ട ആ ചാർട്ട് നമ്മൾ ഫില്ല് ചെയ്യാനാണ്. എന്തൊക്കെ തന്നിട്ടുണ്ട്? വാട്ടറിന്റെ പ്രോപ്പർട്ടീസ് എഴുതണം, യൂസസ്, സോഴ്സസ്, പൊല്യൂഷൻ, പിന്നെ സ്റ്റോറേജ് ആൻഡ് കൺസർവേഷൻ മെത്തേഡ്സ്. പ്രോപ്പർട്ടീസ് എഴുതാം. നോ കളർ, ടേസ്റ്റ് ഓർ സ്മെൽ. വാട്ടറിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ്? കളറില്ല, ടേസ്റ്റ് ഇല്ല, സ്മെല്ലില്ല. വേറെ എന്തെഴുതാം? എ ഗുഡ് സോൾവെന്റ്. നല്ലൊരു സോൾവെന്റ് ആണ്, യൂണിവേഴ്സൽ സോൾവെന്റ് ആണ് വാട്ടർ അല്ലേ. പിന്നെയോ ഫ്ലോ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് ഫ്ലോ ചെയ്യാനുള്ള കഴിവുണ്ട്. പിന്നെന്തെഴുതാം? 3 സ്റ്റേറ്റ്സ് ആർ. 3 സ്റ്റേറ്റ്സിൽ കാണും. ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. മനസ്സിലായല്ലോ? അപ്പോൾ പ്രോപ്പർട്ടീസ് മനസ്സിലായി. ഇനി എന്തൊക്കെയാണ് യൂസസ്? ഫോർ ഡ്രിങ്കിങ്, കുടിക്കാൻ ഉപയോഗിക്കും. ഫോർ വാഷിംഗ് ക്ലോത്ത്സ്, ക്ലോത്ത്സ് വാഷ് ചെയ്യാൻ. ഫോർ ഇറിഗേഷൻ, ജലസേചന പദ്ധതിക്ക്. പിന്നെന്താ? ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസസ്, വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഇനി സോഴ്സസ് എന്താണ്? പ്യുവർ വാട്ടറുമുണ്ട്, സോൾട്ട് വാട്ടറുമുണ്ട് അല്ലേ. ഉപ്പുവെള്ളവും ശുദ്ധജലവുമുണ്ട്. പ്യുവർ വാട്ടർ ഏതൊക്കെയാണ്? വെൽ, റിവർ, സ്ട്രീം, പോണ്ട്. കിണർ, നദികൾ, സ്ട്രീം അരുവി, പോണ്ട് കുളം. സോൾട്ട് വാട്ടറോ? ലേക്സ്, ലേക്സ് എന്താ? തടാകം. ഓഷൻ സമുദ്രം അല്ലേ. ഇനി പൊല്യൂഷൻ, പൊല്യൂഷനുള്ള റീസൺസ് കാരണങ്ങൾ എഴുതണം. എന്താണ്? ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഉണ്ട്, ഹോസ്പിറ്റൽ വേസ്റ്റ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പ്ലാസ്റ്റിക് വേസ്റ്റ് അല്ലേ. എന്തൊക്കെ എഴുതാം? ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഹോസ്പിറ്റൽ വേസ്റ്റ്, ഇൻസെക്ടിസൈഡ്സ് കീടനാശിനികൾ, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പ്ലാസ്റ്റിക് വേസ്റ്റ്. പ്രിവെന്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണ്? എങ്ങനെയൊക്കെ നമുക്ക് തടയാം? കൺട്രോൾഡ് യൂസ് ഓഫ് ഇൻസെക്ടിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് കൺട്രോൾ ചെയ്യണം. പ്രിസർവിംഗ് വാട്ടർ സോഴ്സസ്, വാട്ടറിന്റെ സോഴ്സ് ഒക്കെ പ്രിസർവ് ചെയ്യണം. ടോയ്ലറ്റ് വിത്ത് സെപ്റ്റിക് ടാങ്ക്, സെപ്റ്റിക് ടാങ്കോട് കൂടിയ ടോയ്ലറ്റ് ഉപയോഗിക്കണം. പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്, വേസ്റ്റ് നല്ലവണ്ണം ഡിസ്പോസ് ചെയ്യണം. അടുത്ത സ്റ്റോറേജ് ആൻഡ് കൺസർവേഷൻ മെത്തേഡ്സ് എന്തൊക്കെ പറയാം? എങ്ങനെയൊക്കെ വാട്ടർ സ്റ്റോർ ചെയ്യാം, എങ്ങനെയൊക്കെ സംരക്ഷിക്കാം? റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ്, മഴവെള്ള സംഭരണികൾ ഉണ്ടാക്കണം. റെയിൻ പിറ്റ്സ്, മഴക്കുഴികൾ. റീചാർജിംഗ് ഓഫ് വെൽസ്, വെൽ റീചാർജിംഗ് മെത്തേഡ് ഉപയോഗിക്കാം. അടുത്തതാണ് മെയിൻറ്റെയിനിങ് വാട്ടർ ബോഡീസ് ക്ലീൻ, വാട്ടർ ബോഡീസ് ജലാശയങ്ങളൊക്കെ ക്ലീൻ ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസറും ആയല്ലോ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നിങ്ങൾക്കെൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അമ്മൂസ് ലേണിംഗ്.